ത്രിവേണി പറഞ്ഞു. എന്താ അറിയേണ്ടത്? ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ മുൻവിധി ഇല്ലാതെ വന്ന സത്യം പറയാന്ന്. എന്താ ചേട്ടൻ പറയാനുള്ളേ? പറ. ത്രിവേണി, ഞാൻ ഇതിനു മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് ഞാനല്ല ചെയ്തത്. ആവണിയുടെ ജോലി കളഞ്ഞത് ഞാനല്ല. അത് നിങ്ങളൊന്ന് വിശ്വസിക്കേ. ചേട്ടനല്ല ചെയ്തെന്ന് ഞാൻ വിശ്വസിച്ചു നോക്ക്. പിന്നെന്തിനാ ചേട്ടൻ ഒരു കാരണമില്ലാതെ ചേച്ചിയെ കാണാൻ ഓഫീസിൽ പോയേ? ത്രിവേണി, ഞാൻ ഇവിടെ ഇരുന്നപ്പോ ഞാൻ ആവണിയോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ചു. അത് ഓർത്ത് എനിക്ക് വല്ലാതെ വിഷമമായി. അപ്പൊ എനിക്ക് അവളെ കാണാൻ തോന്നി. അങ്ങനെ ഞാൻ ഓഫീസിൽ പോയതാ. ചേട്ടാ, എത്ര മുൻവിധിയോടുകൂടി വന്നാലും ചേട്ടൻ ഇപ്പൊ പറഞ്ഞ കാര്യമല്ലേ, അതാരും വിശ്വസിക്കില്ല. ഇതന്നെ ഞങ്ങളും അച്ഛനോട് പറഞ്ഞത്. വിശ്വസിക്കാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ ചേട്ടൻ പറ. ത്രിവേണി, ഇത് ഞാനാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ എനിക്ക് ഓടി ഒളിച്ചാ പോരെ. പിന്നെ ഞാൻ എന്തിനാണ് ആ ഓഫീസിൽ ഇതിനെ കടിച്ചു തൂങ്ങി നിന്നത്? ആവണി വരുന്നതിന് മുമ്പേ ഞാൻ ഇറങ്ങിയിരുന്നെങ്കിൽ ഈ ആവണി എന്നെ സംശയിക്കൂ. അതച്ഛൻ പറഞ്ഞ കറക്റ്റ് പോയിന്റാ. ഈ ഐഡിയ ചേട്ടൻ മനഃപൂർവ്വം ഉപയോഗിച്ചാണെങ്കിലോ? എങ്ങനെ? ചേട്ടൻ ഒന്നും അറിയാത്ത പോലെ ഓഫീസിൽ പോയി ചേച്ചിയോട് സംസാരിക്കുന്നു. സംസാരിച്ചു കഴിഞ്ഞിറങ്ങിയപ്പോ വിജിലൻസ് വന്ന് ചേച്ചി പിടിക്കുന്നു. ചേട്ടൻ നിരപരാധിയാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പറഞ്ഞ ഈ ഐഡിയ ചേട്ടൻ ഉപയോഗിച്ചാണെങ്കിലോ? എന്തെങ്കിലും പറയാച്ചാ. അപ്പൊ അച്ഛനൊന്നും പറയാനില്ലേ? പറയട്ടാ, ചേട്ടൻ ഇതൊന്നും ചെയ്തില്ല എന്ന് വിശ്വസിക്കാൻ പാകത്തിനൊരു തെളിവുതാ. ഞാൻ പൈസ വെക്കണത് ആവണി കണ്ടു എന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് ആവണി എന്നെ ഒന്നും ചെയ്തില്ല. ഞാൻ പൈസ വെക്കുന്നത് ആവണി കണ്ടെങ്കിൽ അവൾ എന്തിനെടുക്കാൻ പോയത്? അങ്ങനെ അവള് കണ്ടെങ്കിൽ അവൾ എന്നെ അടിച്ചു ഓടിക്കുകയല്ലേ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ വിജിലൻസിനെ കൊണ്ട് എന്നെ പിടിപ്പിക്കണം അല്ലേ? അവൾ അതൊന്നും ചെയ്തില്ല. ശരിയാണല്ലോ. എന്താ ചെയ്യായിരുന്നേ? ഇപ്പൊ നിനക്ക് എന്നെ വിശ്വാസം വന്നു? ചെറുതായിട്ട്. നേരത്തെ പറഞ്ഞ രണ്ട് കാര്യം പോലെയല്ല, ഇതിൽ കുറച്ച് ലോജിക് ഉണ്ട്. ചേട്ടൻ പൈസ വെച്ചത് ചേച്ചി കണ്ടെങ്കിൽ ചേട്ടൻ എന്തായാലും ഇവിടെ ഇരിക്കില്ല, അതെനിക്ക് ഉറപ്പാ. അതാണ് ത്രിവേണി ഞാൻ പറഞ്ഞത്. ഇത് ചെയ്തതൊന്നും ഞാനല്ല. എന്തായാലും ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കട്ടെ ഏട്ടാ. കണ്ടോ, ഇപ്പൊ കുഞ്ഞമ്മയ്ക്ക് വിശ്വാസമായോ? എന്നാ ശരിയേട്ടാ, എന്തായാലും ഇതൊന്നും ചേച്ചി അറിയണ്ട. പ്രകാശനം അറിയണ്ട. അല്ല, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? അത് പറഞ്ഞ എനിക്ക് തന്നെ നാണക്കേട്. അത് വിട്. ശരിയേട്ടാ. ത്രിവേണി, ഏട്ടൻ എന്താ പറഞ്ഞത്? ഒരു കാര്യവും പ്രകാശേട്ടനോട് പറയരുന്ന് പറഞ്ഞു. അല്ല പ്രകാശേട്ടാ, ഇവിടെയുള്ള എല്ലാവർക്കും പ്രകാശേട്ടനെ ഭയങ്കര വിശ്വാസാ. പിന്നെ മോഹനേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞേ? അതാ എനിക്ക് മനസ്സിലാവാതെ. അതിനൊരു കാരണം ഉണ്ടെന്ന് കൂട്ടിക്കോ. അതെന്തായാലും ഞാൻ ഇപ്പൊ പറയുന്നില്ല. അല്ല, ശരിക്കും ഏട്ടൻ എന്താ പറഞ്ഞത്? മോഹനേട്ടനല്ല ചേച്ചിയുടെ ജോലി കളഞ്ഞെന്നാ പറയണേ. ഞാൻ വേറെ ഒന്ന് രണ്ട് കാര്യം കൂടെ ചോദിച്ചു, പക്ഷെ അതിന് തന്ന ഉത്തരവൊന്നും അത്ര കറക്റ്റ് അല്ല. പക്ഷെ മോഹനേട്ടൻ അവസാനം പറഞ്ഞ കാര്യം അതില് ശരിയുണ്ടെന്ന് എനിക്ക് തോന്നണേ. അതുകൊണ്ട് സത്യം അറിഞ്ഞാൽ കൊള്ളാന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇത് ഏട്ടത്തി അറിഞ്ഞാൽ പിന്നെ പ്രശ്നമാവില്ലേ? ചേച്ചി അറിഞ്ഞാൽ പ്രശ്നമാവും. എന്തായാലും എന്നെ ഇവിടുന്ന് പറഞ്ഞുവിടുകയും ചെയ്യും. അതുകൊണ്ട് 100% തെളിവ് എൻ്റെ കൈ കിട്ടിയിട്ട് ഞാൻ ചേച്ചിനോട് കാര്യം പറയുള്ളൂ. അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാ നല്ലത്. മോഹനേട്ടൻ പല ആവർത്തി പറഞ്ഞ കാര്യമാണ് ചേട്ടനെ വിശ്വസിക്കരുതെന്ന്. ഇക്കാര്യത്തിൽ ചേട്ടനെ വിശ്വസിക്കാൻ പറ്റുമോ? എന്നെ വിശ്വസിക്ക, എനിക്ക് സത്യം അറിയണ്ടേ.